ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 10-25 കിലോമീറ്റർ കഴിഞ്ഞ് ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അപ്പോൾ നമ്മളെ വീട്ടിലേക്കെല്ലാം കയറുന്നുണ്ട്. പോകുന്ന വഴിക്ക് മൊത്തം ഇതുപോലെ കുഴൽക്കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളക്ഷാമമാണ് വേനൽക്കാലമായതോടെ. അപ്പോൾ ഒരു കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒലിച്ചു വന്നിട്ടാണ് ഇങ്ങനെ പൊടി ആയിട്ടുള്ളത്. അങ്ങനെ വീട്ടിലേക്ക് കയറി. ഇതാണ് എൻ്റെ വീട്. അപ്പുറത്ത് കാണുന്നത് എൻ്റെ ചേച്ചീൻ്റെ വീടാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ അച്ഛൻ ഇതാ നമ്മളെ നോക്കി അടിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുറ്റത്തൊക്കെ നടന്ന് നോക്കുമ്പോൾ അവിടെ കുറേ പേരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പോയ വാടെ തന്നെ പേരക്കയെല്ലാം പറിച്ചു. എനിക്ക് പേരക്ക ഇതുപോലെ പച്ച ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ പറിച്ച് തിന്നു. അപ്പോൾ വിജുവാട്ടം പോയി ചായക്ക് കടി മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചത്. സുഗിയൻ, ഉള്ളിവട, പഴംപൊരി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ കട്ടൻ ചായ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും കടിയും എല്ലാം കൂടി കൂട്ടിയിട്ട് ചായ കുടിച്ചു. അച്ഛന് പഴംപൊരി കൊടുത്തു. അച്ഛൻ പഴംപൊരി മാത്രമേ തിന്നു. പിന്നെ വിജുവാട്ടൻ സുഗിയൻ ഒരു കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ എല്ലാം തിന്നു. എന്തൊക്കെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവർ നോമ്പായിട്ട് ഒറോട്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് അവരെല്ലാം കഴിച്ചത്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കൂട്ടിയിട്ട് ചായ കുടിച്ചു. പിന്നെ ഞാൻ ഉള്ളിവടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ളിവടയാണ്. പിന്നെ ഇത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉള്ളിവട. പിന്നെ ഒരു മുള്ളൻ ചക്ക ഉണ്ടായിരുന്നു വീട്ടിൽ. അത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് പഴുത്തപ്പോൾ പറിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നിട്ട് അത് പറിച്ചു. അപ്പോൾ പറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലെ ഭാഗത്ത് ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഞെങ്ങുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നാളെ മുറിക്കാമെന്നും പറഞ്ഞ് അത് പറിച്ചിട്ട് നമ്മളവിടെ പഴുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ മുള്ളൻ ചക്ക അത്ര പേർക്ക് ഇഷ്ടമുണ്ട്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ നല്ല ഇഷ്ടമാണ്. ആ ഒരു പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നല്ലപോലെ പഴുത്താൽ ഇത് നല്ല ടേസ്റ്റാണ്. അല്ലാത്തപ്പോഴാണെന്ന് തോന്നുന്നു ചെറിയ പുളിപ്പും അതൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ മുള്ളൻ ചക്ക എന്നാണ് പറയുന്നത്. ശരിക്ക് ഇതിൻ്റെ പേര് മുള്ളാത്ത അങ്ങനെയൊക്കെ പറയും തോന്നുന്നു, അറിയില്ല കറക്റ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ മരമാണ്. ഈ വട്ടം 2 മാത്രമേ അതിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ രാത്രി ആയപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉണ്ണിയപ്പം ചുടാനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചുടാനുള്ളത് കൊണ്ട് എൻ്റെ ചേച്ചി എന്നോടൊന്ന് സഹായത്തിന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പോയതാണ്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഉണ്ണിയപ്പം എല്ലാം ചുട്ട്, ഒരുപാട് ചുടണമായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം ചുട്ട് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ചുടുമ്പോഴത്തേനും തന്നെ ഓരോരോ ആൾ വന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചുട്ട് വെച്ച് രാവിലെ ആകുമ്പോഴത്തേനും നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ഒന്ന് സൂപ്പർ മാർക്കറ്റിലെല്ലാം കയറണമായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെല്ലാം കയറി സാധനമെല്ലാം വാങ്ങി തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ വെള്ളക്കുപ്പി എൻ്റെ കാലിലേക്ക് ഇട്ടു. അതാണ് ഇപ്പം കണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.